Om Namah Shivaya children. Good morning. Children, last week we have learned about the poles of magnet. What are the poles of magnet? Yes, North Pole and South Pole. And how did we find there are two poles? By using iron fillings. We have to take iron fillings in the paper, rub the magnet on it. The iron fillings will stick at the two ends. That two ends will be the poles of magnet. They are, yes, South Pole and North Pole. And what about the middle part? Yes, that is having less magnetic property. അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. Today we are going to study about finding direction. Our topic is finding direction. How to find direction. So just listen to me. Magnets were known to people from ancient time. Many properties of magnets were also known to them. You might have read many interesting stories about the uses of magnet. One such story is about an emperor in China named Hong Tai. നമ്മൾ പല കഥകൾ കേട്ടിട്ടുണ്ട് മാഗ്നറ്റ്സിനെ കുറിച്ച്, അതിൻ്റെ യൂസസിനെ കുറിച്ച്. അപ്പോൾ ചെറിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ചൈനയിൽ നടന്ന ഒരു എംപറർ ഉണ്ടായിരുന്നു. അയാൾ ഹോങ് ടൈ എന്ന അയാളുടെ സ്റ്റോറി ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് സെഡ് ദാറ്റ്, ആ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഹാഡ് എ ചാരിയറ്റ് വിത്ത് എ സ്റ്റാച്യു ഓഫ് എ ലേഡി ദാറ്റ് കുഡ് റൊട്ടേറ്റ് ഇൻ എനി ഡയറക്ഷൻ. അയാൾക്കൊരു രഥം ഉണ്ടായിരുന്നു. ആ രഥത്തിന് മേലെ ഒരു സ്റ്റാച്യു. ഓക്കെ, ആ സ്റ്റാച്യു ഏത് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യൂ. ഇറ്റ് ഹാഡ് എൻ എക്സ്റ്റെൻഡഡ് ആം ആസ് ഇഫ് ഇറ്റ് വാസ് ഷോയിങ് ദ വേ. ദ സ്റ്റാച്യു ഹാഡ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. ആ സ്റ്റാച്യുവിന് ഒരു ആം എക്സ്റ്റെൻഡഡ് ആയിട്ട് ഇങ്ങനെ നീട്ടിയിട്ടൊരു കൈ ഉണ്ടായിരുന്നു. അത് അത് എന്താ ചെയ്യുക, ആ എക്സ്റ്റെൻഡഡ് ആം അത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാച്യുവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഇറ്റ് വുഡ് റെസ്റ്റ് ഇൻ സച്ച് എ പൊസിഷൻ ദാറ്റ് ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ആം ഓൾവേസ് പോയിൻറ്റഡ് ടുവേർഡ്സ് സൗത്ത്. അത് എവിടെയാണ് റെസ്റ്റ് ചെയ്യുക, അതിങ്ങനെ തിരിഞ്ഞു കൊടുക്കും. അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റെൻഡഡ് ആം എങ്ങോട്ടേക്കാണ് കാണിക്കുന്നത്? എപ്പോഴും സൗത്ത് ഡയറക്ഷനിലാണ് കാണിക്കുക. എപ്പോഴും സൗത്ത് ഡയറക്ഷനാണ് കാണിക്കുക. ബൈ ലുക്കിംഗ് അറ്റ് ദ എക്സ്റ്റെൻഡഡ് ആം ഓഫ് ദ സ്റ്റാച്യു the emperor was able to locate directions when he went to new places on his chariot. അപ്പോഴും എംപറർ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ എക്സ്റ്റെൻഡഡ് ആം വെച്ചിട്ടാണ് എംപററിന് ആ സ്ഥലത്തെ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. എപ്പോഴും ഏത് സ്ഥലങ്ങളിലും എംപറർ ഉണ്ടെങ്കിൽ ആ സ്റ്റാച്യുവിൻ്റെ എക്സ്റ്റെൻഡഡ് ആം എപ്പോഴും സൗത്ത് ഡയറക്ഷനായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അയാൾ ആ സ്ഥലത്തെ ഡയറക്ഷൻ കണ്ടുപിടിക്കാറുണ്ട്. അപ്പം നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ടേക്ക് എ ബാർ മാഗ്നറ്റ്, പുട്ട് എ മാർക്ക് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. Now tie a thread at the middle of the magnet so that you may suspend it from a wooden stand. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുക്കുക, അതിൻ്റെ എൻഡിൽ ഒരു എൻഡിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇടുക. ഏതെങ്കിലും ഒരു എൻഡിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇടുക. എന്നിട്ട് അതിനെ കെട്ടുക, ത്രെഡ് കൊണ്ട് കെട്ടുക. എന്നിട്ടൊരു സ്റ്റാൻഡിൻ്റെ മേലെ തൂക്കുക ഇതുപോലെ. മേക്ക് ഷുവർ that the magnet can rotate freely. Let it come to rest. അപ്പോൾ അതിനെ തനിയെ റൊട്ടേറ്റ് ചെയ്യുന്ന വിധത്തിൽ കെട്ടിയിടണം. പിന്നെ അത് തനിയെ റൊട്ടേറ്റ് ചെയ്ത് അത് റെസ്റ്റ് പൊസിഷനിൽ വരും. മാർക്ക് 2 points on the ground to show the position of the ends of the magnet when it comes to rest. അപ്പോൾ അത് റെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നോക്കി നിലത്ത് 2 പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കാം.
അതതിൻ്റെ പൊസിഷൻ കാണിക്കൂ. ഡ്രോ എ ലൈൻ ജോയിനിങ് ദ 2 പോയിൻറ്റ്സ്. ആ 2 പോയിൻ്റ് ജോയിൻ ചെയ്യുക. ദിസ് ലൈൻ shows the direction in which the magnet was pointing in its position of rest. ഈ ലൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നാ കാണിക്കുന്നത്? ആ മാഗ്നറ്റിൻ്റെ പൊസിഷൻ ഓഫ് റെസ്റ്റ് ആണ്. ആ മാഗ്നറ്റ് ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റിലാവും. അപ്പോൾ ആ ഡയറക്ഷനാണത് നമ്മൾ ലൈൻ വരച്ചത്. Now rotate the magnet by gently pushing one end in any direction and let it come to rest. പിന്നെ അതേപോലെ ഒന്ന് അതിനെ ഷെയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യുക, എന്നിട്ട് അത് റെസ്റ്റിൽ വരുന്നവർ വെയിറ്റ് ചെയ്യുക. അഗെയിൻ മാർക്ക് ദ പൊസിഷൻ ഓഫ് ദ 2 ends ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓഫ് റെസ്റ്റ്. പിന്നെയും അതേപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുക. താഴെ അതിൻ്റെ പൊസിഷൻ ഓഫ് റെസ്റ്റ്, ഏത് പൊസിഷനാണ് അത് റെസ്റ്റിൽ വരുന്നത്, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഡസ് ദ മാഗ്നറ്റ് നൗ പോയിൻ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ? ഇനി വരുന്നത് അതിൻ്റെ വേറെ ഡയറക്ഷനാണോ മാഗ്നറ്റ് റെസ്റ്റിൽ വരുന്നത്, അത് നോക്കണം. പിന്നെയും അതേപോലെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടി ഷേക്ക് ചെയ്യുക മാഗ്നറ്റിന്, പിന്നെ അത് റെസ്റ്റിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഡു യു ഫൈൻഡ് ദ മാഗ്നറ്റ് ഓൾവേസ് കംസ് ടു റെസ്റ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ? യെസ് അല്ലേ? നമുക്ക് എങ്ങനെ നോക്കിയാലും, എങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാതെ ആ മാഗ്നറ്റ് റെസ്റ്റിൽ വരുന്ന പൊസിഷൻ സെയിം ഡയറക്ഷൻ ആയിരിക്കും. അതേ ഡയറക്ഷനായിരിക്കും റെസ്റ്റിൽ വരുന്നത്. നൗ ക്യാൻ യു ഗെസ് ദ മിസ്റ്ററി ബിഹൈൻഡ് ദ സ്റ്റാച്യു ഇൻ ദ എംപറർ സ്റ്റാച്യു? ഇപ്പം മനസ്സിലായില്ലേ എന്തായിരിക്കും ആ സ്റ്റാച്യു? നമ്മൾ ആദ്യം പഠിച്ച എംപററിൻ്റെ സ്റ്റോറി, അതിൻ്റെ അകത്തുള്ള സ്റ്റാച്യുവിൻ്റെ എക്സ്റ്റെൻഡഡ് ആം എപ്പോഴും സൗത്ത് ഡയറക്ഷനിൽ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മിസ്റ്ററി. അതായത് മാഗ്നറ്റ്, അതും ഒരു മാഗ്നറ്റാണ്. ആ മാഗ്നറ്റ് എങ്ങനെ തിരിഞ്ഞാലും അത് എപ്പോഴും ഒരു ഡയറക്ഷനിൽ മാത്രമേ പോയിൻ്റ് ചെയ്യൂ. ഓക്കെ, റിപ്പീറ്റ് ദിസ് ആക്ടിവിറ്റി വിത്ത് ആൻ അയൺ ബാർ ആൻഡ് എ പ്ലാസ്റ്റിക് ഓർ എ വുഡൻ സ്കെയിൽ ഇൻസ്റ്റെഡ് ഓഫ് എ മാഗ്നറ്റ്. ഡു നോട്ട് യൂസ് ലൈറ്റ് ഓബ്ജെക്ട്സ് ഫോർ ദിസ് ആക്ടിവിറ്റി ആൻഡ് അവോയ്ഡ് ഡൂയിങ് ഇറ്റ് വെയർ ദർ ആർ currents of air. Do the other material also always comes to rest in the same direction? നമുക്ക് വേറെ ഒബ്ജക്റ്റെല്ലാം എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം. അത് ഇതുപോലെ വരുന്നുണ്ടോ? നോ, അത് സെയിം ഡയറക്ഷനിൽ വന്നിട്ട് റെസ്റ്റിൽ വരുന്നില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായത്? അതൊരു മാഗ്നറ്റ് ആയതുകൊണ്ടാണ് അത് ഒരേ പൊസിഷനിൽ വന്നിട്ടാണ് റെസ്റ്റിലാവുന്നത്. ഒരേ ഡയറക്ഷനായിരിക്കും എപ്പോഴും. ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസ്റ്റിൽ വരുന്ന പൊസിഷൻ സെയിം ആയിരിക്കും. We find that a freely suspended bar magnet always comes to rest in a particular direction, which is the north-south direction. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്നാ, ഈ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എപ്പോഴും തിരിഞ്ഞ് ഒരേ ഡയറക്ഷനിലാണ് വന്ന് നിൽക്കുന്നത്. ആ ഡയറക്ഷൻ എന്തായിരിക്കും? നോർത്ത് സൗത്ത്. ഏതാ നോർത്ത് ഏതാ സൗത്ത് പറയുന്നില്ല, തൽക്കാലം നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. യൂസ് ദ ഡയറക്ഷൻ ഓഫ് ദ റൈസിങ് സൺ in the morning to find out the rough direction towards east where you are doing this experiment. നമുക്കിത് ഡയറക്ഷൻ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ റഫായിട്ട് നമുക്ക് ഇപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ നമുക്കറിയാം അത് ഈസ്റ്റ് ഡയറക്ഷനാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ആ സണ്ണിനെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈസ്റ്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. എന്നിട്ട് ആ സ്ഥലത്ത് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇഫ് യു സ്റ്റാൻഡ് ഫേസിങ് ഈസ്റ്റ്, to your left will be north. നമ്മൾ ഈസ്റ്റിലാന്ന് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് എന്തായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. നമ്മൾ നേരെ നോക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഡയറക്ഷൻ നോർത്ത് ആയിരിക്കും. യൂസിങ് ദ സൺ ഫോർ ഫൈൻഡിങ് ഡയറക്ഷൻ may not be very exact, but it will help to make out direction north from the south. അതായത് നമുക്ക് ഈസ്റ്റ് ഏതാന്ന് സണ്ണ് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും. പക്ഷെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നമുക്ക് നോർത്ത് ഏതാ സൗത്ത് ഏതാന്ന് ഏകദേശം മനസ്സിലാവും നമുക്ക്. അപ്പോൾ നമുക്ക് നോർത്ത് ഏതാന്ന് ഇപ്പോൾ നോർത്ത് മനസ്സിലായി. ഈസ്റ്റ് എവിടെയാണെങ്കിൽ നോർത്ത് അതിൻ്റെ ലെഫ്റ്റിൽ, അപ്പോൾ സൗത്ത് അതിൻ്റെ റൈറ്റ്. യൂസിങ് ദിസ് യു ക്യാൻ ഫിഗർ ഔട്ട് വിച്ച് എൻഡ് ഓഫ് ദ മാഗ്നറ്റ് ഈസ്
pointing to the north and which points to the south. The end of the magnet that points towards north is called as north seeking end. ഏതാണോ എൻഡ് നോർത്തിലേക്ക് കാണിക്കുന്നത്, മാഗ്നറ്റ് ഏതാണോ എൻഡ് നോർത്തിലേക്ക് കാണുന്നത്, അത് നമുക്ക് നോർത്ത് സീക്കിംഗ് എൻഡാണ്, ഓർ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. നമുക്കിപ്പോൾ മാഗ്നറ്റ് എങ്ങനെയാണ് പൊസിഷൻ നിന്നത്, അതിൻ്റെ ഇപ്പോൾ ഏത് ഭാഗത്താണോ കാണിക്കുന്നത് ഒരു ഭാഗം, ഇപ്പോൾ നോർത്ത് ആണെങ്കിൽ ആ സൈഡ് നോർത്ത് ആണെങ്കിൽ ആ മാഗ്നറ്റ് അത് നോർത്ത് പോളായിരിക്കും. മറ്റേത് ദ അതർ എൻഡ് ദാറ്റ് പോയിൻറ്റ്സ് ടുവേർഡ്സ് ദ സൗത്ത്, ഏതാണോ എൻഡ് സൗത്തിൽ കാണിക്കുന്നത് അത് സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ആയിരിക്കും. മാഗ്നറ്റ് രണ്ട് ഡയറക്ഷനിലായിട്ട് നിൽക്കുക അല്ലേ, റെസ്റ്റിൽ വന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനാണോ നോർത്ത് കാണിക്കുന്നത് അത് നോർത്ത് പോളായിരിക്കും. ഏത് ഡയറക്ഷനാണോ മാഗ്നറ്റ് ഏത് ഡയറക്ഷൻ സൗത്തിലേക്കാണോ കാണിക്കുന്നത് ആ മാഗ്നറ്റ് ആ ഡയറക്ഷൻ ആ പോൾ അത് സൗത്ത് പോളായിരിക്കും. All magnets have two poles, whatever their shape may be. Usually, north and south pole are marked on the magnet. അപ്പോൾ മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, മനസ്സിലായി. ഏത് ഷേപ്പ് ആണെങ്കിലും യൂഷ്വലി നോർത്ത് ആൻഡ് സൗത്ത് പോൾ ആർ മാർക്ക്ഡ് ഉണ്ടാവും. യൂഷ്വലി നോർത്തും സൗത്ത് പോൾ മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദിസ് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അസ്. For centuries, travelers have been making use of this property of magnet to find direction. It is said that in olden days, travelers used to find direction by suspending natural magnet with a thread, which they always carried with them. അതായത് ഒരു യാത്രക്കെല്ലാം പോകുന്ന പണ്ട് കാലത്ത് ഒരു ഡയറക്ഷൻ, ഇപ്പോൾ നമ്മൾ എന്നാൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താൽ ചെയ്യും. പണ്ട് അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, അവർ മാഗ്നറ്റിനെ റൊട്ടേറ്റ് ചെയ്ത് അത് ഏത് പൊസിഷനിൽ റെസ്റ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് അവർ ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ടാണ് ഓരോരോ സ്ഥലങ്ങളിലേക്ക് യാത്രക്ക് പോകുന്നത്. ഇപ്പോൾ ഈസിയാണല്ലേ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ അതൊക്കെ. പണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നു. ലേറ്റർ ഓൺ എ ഡിവൈസ് വാസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദിസ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണെന്നാണ്? ഇറ്റ് ഈസ് നോൺ ആസ് ദ കോമ്പസ്. A compass is usually a small box with a glass cover on it. A compass, അതിന് മേലെ ഒരു ഗ്ലാസ് കവർ ഉണ്ടാവും. എ മാഗ്നറ്റൈസ്ഡ് നീഡിൽ ഈസ് പിവോട്ടഡ് ഇൻസൈഡ് ദ ബോക്സ്. ഒരു നീഡിലുണ്ട്, അത് മാഗ്നറ്റൈസ്ഡ് നീഡിലാണ്, അത് ബോക്സിൻ്റെ ഉള്ളിലാണ്. വിച്ച് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി. ആ മാഗ്നറ്റ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ദ കമ്പസ് ഓൾസോ ഹാസ് എ ഡയൽ വിത്ത് ഡയറക്ഷൻസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്. ആ കമ്പസിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദ കമ്പസ് ഇസ് കെപ്റ്റ് അറ്റ് ദ പ്ലേസ് വെയർ വി വിഷ് ടു നോ ദ ഡയറക്ഷൻ. ആ കമ്പസ് നമുക്ക് ഏത് സൈഡിലാണോ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ കമ്പസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ഥലത്തെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ്സ് നീഡിൽ ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റ്. അതിൻ്റെ നീഡിൽ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കൂ. അത് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കൂ. ദ കോമ്പസ് ഇസ് ദെൻ റൊട്ടേറ്റഡ് അൺടിൽ ദ നോർത്ത് ആൻഡ് സൗത്ത് മാർക്ക്ഡ് ഓൺ ദ ഡയൽ ആർ അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ നീഡിൽ. ആ നീഡിൽ എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് നിൽക്കൂ ടിൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കാണിക്കുന്നവരെ. ടു ഐഡൻറ്റിഫൈ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഇറ്റ് ഈസ് യൂഷ്വലി പെയിൻറ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് കളർ. അതിൻ്റെ നോർത്ത് പോൾ കാണിക്കാൻ അതിൻ്റെ നോർത്ത് പോൾ ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് കളറായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോർത്ത് പോളാണ് ഇല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നതെന്ന് നമുക്കത് വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ കോമ്പസ് നീഡിലാണ് കൂടുതലായിട്ട് നമ്മൾ ഇത്, അതായത് ബേസ്ഡ് ഓൺ മാഗ്നറ്റാണ്, മാഗ്നറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോമ്പസ് നീഡിൽ കണ്ടുപിടിച്ചത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡയറക്ഷൻ എല്ലാം കണ്ടുപിടിക്കാം. പിന്നീട് തുടങ്ങിയത്, ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വന്നത് കോമ്പസ് നീഡിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്നാൽ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.